ഫിനാലെ എത്തുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ കൂടിയിട്ടാണല്ലോ പലരുടെയും കൈവിട്ട് പോണത്. അങ്ങനെ ലാസ്റ്റ് ആ ഒരു ഇത്രയൊരു സമയത്തിന്റെ ഉള്ളിലാണല്ലോ ഇതെല്ലാം. പാട്ടല്ലേ അതിപ്പോ നമ്മുടെ ഇപ്പൊ ഇപ്പൊ നമ്മള് ഈ മറ്റൊരു സിനിമയുണ്ടല്ലോ, പുള്ളിപ്പുലികൾ മാട്ടിൻകുട്ടി, ആ സിനിമയിലാന്ന് തോന്നുന്നു. അതിനകത്ത് സുരാജേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്, കലയാണ് മോളെ, കാലയിലൊരു മുള്ളു കുത്തിയാൽ മതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഇടർച്ച സംഭവിച്ചാൽ നമുക്കൊരു മത്സരത്തിൽ, ലൈവ് ഷോസിലൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് തൊണ്ട മനുഷ്യന്മാരാണ്. പക്ഷെ മത്സരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്കത് വിൻ ചെയ്യാതിരിക്കാം. പിന്നെ ഞാൻ വളരെ ഗിഫ്റ്റഡാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതിനകത്തുള്ള മറ്റു കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ അവർ വർക്ക് ചെയ്ത് അത്രയും വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ വളരെ എന്താ പറയാ, അതിനകത്ത് വരുമ്പോ തന്നെ ഞാൻ ഒട്ടും അത്രയും സ്ട്രെസ് എടുത്തിട്ടില്ല. ഇല്ല, ഞാൻ വളരെ ഫ്രീ ആയിട്ട് പാടുന്ന. സാധാരണ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഓരോ സ്റ്റേജ് കഴിയുന്നവരും സ്ട്രെസ് കൂടിക്കൊണ്ട് വരുന്നതാണ് പൊതുവേ. ഇതിനകത്ത് അങ്ങനെ കാര്യമില്ല തോന്നുന്നു. ഇനി പണ്ടത്തെ ആ ഒരു ഫോർമാറ്റ് ഒക്കെ റിയാലിറ്റി ഷോസിന്റെ ഒക്കെ മാറും ഒരു പരിധി വരെ. കാരണം നമുക്കറിയാം വിന്നർ ആവണമെന്നില്ല. ഇപ്പൊ വിന്നർ ആയതുകൊണ്ട് മാത്രം ഒരാൾ മുമ്പോട്ട് വരണമെന്നില്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായകൻ ഇന്ന് ആരാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഉത്തരവായിരിക്കും അർജിത് സിംഗ് എന്നുള്ളത്. കാരണം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഗായകൻ. പക്ഷെ അദ്ദേഹം മത്സരിച്ച് റിയാലിറ്റി ഷോയുടെ വിന്നർ ആയിരുന്നില്ല അദ്ദേഹം. എനിക്ക് തോന്നുന്നിട്ട് 3rd or 4th അങ്ങനെ എന്തോ ഒരു പൊസിഷനിലായിരുന്നു.